ഹായ് ഫ്രണ്ട്സ്, ഞാൻ രത്ന ബാലേന്ദ്രൻ. ലക്നീരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേഴ്സറി റോസിൻ്റെ നടീൽ രീതിയെക്കുറിച്ച് പലരും എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അവർക്കൊക്കെ അറിയേണ്ടത് ഈ റോസ് എങ്ങനെയാണ് നടേണ്ടത്, ചട്ടിയിലേക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ മണ്ണ് പൂർണ്ണമായിട്ടും കളയണോ അതോ പാതി കളഞ്ഞാൽ മതിയോ, ഒട്ടും കളയാതെ വയ്ക്കണോ, ഇതൊക്കെയാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടേക്കാമെന്ന് കരുതിയത്. റോസുകൾ സാധാരണയായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളത് പോട്ടിലേക്കോ അല്ലെങ്കിൽ നിലത്തേക്കോ ആയിരിക്കും നടുന്നത്. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സാണ് ഏറ്റവും പ്രധാനം. പോട്ടിംഗ് മിക്സ് ശരിയല്ലെങ്കിൽ റോസിനധികം ആയുസ്സുണ്ടായിരിക്കില്ല. ചെടിച്ചട്ടിയിൽ വെക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ. കാരണം ചെടിച്ചട്ടിയിലെ മണ്ണ് നമ്മൾ നിറയ്ക്കുന്ന പോട്ടിംഗ് മിക്സ് നല്ല ലൂസായിരിക്കണം. അതായത് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പോട്ടിംഗ് മിക്സ് അല്ലെങ്കിൽ മണ്ണ് സോഗിയാവും. ഈ സോഗിയായിട്ടുള്ള സാധാരണ ഈ റോസിന് കുറേയധികം വെള്ളം ആവശ്യമാണ്, വെള്ളം ഇഷ്ടവുമാണ്. രണ്ടു നേരവും വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ സോഗിയായിട്ടുള്ള മണ്ണ് അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം സോഗിയായിട്ടുള്ള മണ്ണാണെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ വേരുകളെല്ലാം ചീഞ്ഞു പോവും. റോസിന് കാര്യമായി വളം വലിക്കാനോ വെള്ളം വലിക്കാനോ സാധിക്കാതെ വരും. അതുപോലെ തന്നെ മഴക്കാലത്താണെങ്കിലും ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് സോഗിയായിട്ട് കിടക്കുന്നത് കൊണ്ട് മഴക്കാലത്ത് ചെടിയെ വളരെയധികം ബാധിക്കും. അത് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളരണമെങ്കിൽ അതിൻ്റെ പോട്ടിംഗ് മിക്സ് നല്ല പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ മാത്രമേ റോസ് ഒരു 10 വർഷക്കാലത്തോളം നമ്മുടെ കയ്യിലുണ്ടായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് 1-2 വർഷം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും, അത് നശിച്ചു പോകും. അതുകൊണ്ട് ഇതിനെ നല്ലൊരു പോട്ടിംഗ് മിക്സിലേക്ക് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ആഴ്ചയിൽ നമ്മൾ 1-2 തവണ ഇതിന് വളം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഇത് ഒരു വലിയ ഫീഡറാണ്, ഒരു ഹെവി ഫീഡറാണ്. എന്ന് പറഞ്ഞാൽ വെള്ളവും നല്ലപോലെ വേണം, വളവും നന്നായിട്ട് വേണം. എങ്കിലേ റോസ് നന്നായിട്ട് വളർന്ന് പൂക്കൾ ധാരാളം ഉണ്ടാവുകയുള്ളൂ. ഇതിന് നമ്മൾ 2 നേരവും നനയ്ക്കുന്നത് ഒത്തിരി നല്ലതാണ്. രാവിലെ നനയ്ക്കുക, പിന്നെ വൈകുന്നേരം നനയ്ക്കുക. വളരെ നല്ലതാണ് അങ്ങനെ നനയ്ക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് റോസ് വളരും. അതുപോലെ നനയ്ക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഇലകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നതും വളരെ നല്ലതാണ്. കേടുണ്ടാകാതിരിക്കാനും ഒക്കെ, പ്രാണികൾ വന്നിരിക്കാതിരിക്കാനും കേടുണ്ടാകാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കും. അതുകൊണ്ട് നമുക്കിതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ റോസയുടെ തൈ നടാനായിട്ട് വേണ്ടത് ഇതുപോലെ നല്ലപോലെ ഉണങ്ങിയ കുറച്ച് ഗാർഡൻ സോയിലാണ്. ഇത് ഏതെങ്കിലും ഒരു ചട്ടിക്ക്, ചെറിയൊരു ചട്ടിക്ക് 2 പാത്രം എടുക്കുക. നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ചട്ടിയിൽ ആ പോട്ടിംഗ് മിക്സ് ആയിട്ട് വരുന്നത് പോലെയുള്ള അളവിലുള്ള ഒരു ചട്ടിക്കോ ഒരു പാത്രത്തിനോ 2 അളവ് എടുക്കുക. പിന്നെ വേണ്ടത് 1 അളവ് മണലാണ്. ഈ മണലില്ലെങ്കിൽ നിങ്ങൾക്ക് എംസാൻഡ് വാഷ് ചെയ്ത് ഉണങ്ങിയെടുക്കാം, അല്ലെങ്കിൽ ഉമിയെടുക്കാം. 2 പാത്രം ഗാർഡൻ സോയിലും 1 പാത്രം മണലോ ഉമിയോ അല്ലെങ്കിൽ എംസാൻഡോ എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും ഇതെല്ലാം കൂടെ എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എങ്കിലേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം വാർന്നു പോവുകയുള്ളൂ. എല്ലാ ഭാഗത്തും മണലും ഒക്കെ എത്തണം. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വളം ചേർത്ത് കൊടുക്കാം. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത് നല്ലൊരു ഫംഗസിനെ അകറ്റി നിർത്തുന്ന സാധനമാണ്. ഈ എല്ലുപൊടി എടുക്കുമ്പോഴെല്ലാം വേപ്പും പിണ്ണാക്കും കൂടി ചേർക്കണം. അപ്പോൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും പിന്നെ വെർമി കമ്പോസ്റ്റും ചാണകപ്പൊടിയും, ഈ 4 ഐറ്റമാണ് നമ്മൾ വളമായിട്ട് എടുക്കുന്നത്. ഇനി ഇത് 4ഉം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഈ പോട്ടിംഗ് മിക്സിലേക്ക് ഇടാം. ഈ വളവും ഈ നമ്മളെടുത്തിരിക്കുന്ന മണ്ണും മണലും കൊണ്ടുള്ള മിശ്രിതത്തിലേക്ക് എല്ലാ ഭാഗത്തും ചെല്ലണം. മണ്ണിലോ മണലിലോ എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വേപ്പിൻ പിണ്ണാക്കും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നത്. എല്ലുപൊടിയിലെ ഫംഗസും മാറും. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കിലെ ഫംഗസും നമ്മുടെ ചെടിയിലേക്ക് പിടിക്കില്ല. ചെടിക്ക് അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു നല്ല കാര്യം. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഈ പോട്ടിംഗ് മിക്സ് എല്ലായിടത്തും എത്തുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെടിയെ നടാനായിട്ട് വേണ്ടത് ഒരു ചെറിയ ചട്ടിയാണ്.
ചട്ടിയുടെ അടിയിൽ നല്ല ഹോൾസ് ഉണ്ടായിരിക്കണം. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള ഹോൾസുള്ള ചട്ടിയായിരിക്കണം. അത് ചെറിയ ഹോളാണെങ്കിൽ നമുക്ക് വലുതാക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറിയ 6 ഇഞ്ച് സൈസ് പോട്ടായാലും മതി. പിന്നെ നമ്മൾ 1 വർഷം കഴിയുമ്പോൾ മാറ്റണമെന്നേ ഉള്ളൂ. ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള ചട്ടിയാണെങ്കിൽ നമുക്ക് 2 വർഷം ആകുമ്പോൾ മാറ്റിയാൽ മതി. ഈ ഹോൾസൊക്കെ ഇനി ഇങ്ങനെ എന്തെങ്കിലും കല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടോ നമുക്ക് ഈ ഹോൾസ് ഒന്ന് അടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ബോട്ടിംഗ് പീസ് നല്ല ലൂസായിട്ടുള്ളതാണ്, ഈ ഹോൾസിലൂടെ താഴേക്ക് പോകും. അത് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി വെള്ളം വാർന്നു പോകാനും ഒക്കെ കൂടിയാണ് ഈ കല്ലും കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ബോട്ടിംഗ് പീസ് ഇട്ട് കൊടുക്കുക. ഇത് ഈ നമ്മൾ സാധാരണ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഒരു തീരെ ചെറിയ ചെടിയാണ്. അതിൻ്റെ കിളിർപ്പ് കണ്ടോ? ഇത് നമ്മൾക്ക് ആ പൂത്ത് നിൽക്കുന്ന ചെടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിലെ ബഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന കമ്പിൽ നിന്നുമാണ് ഇത് കിളിർത്ത് വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് തിരിച്ചറിയാം. ഇതിന് 7 ഇലകൾ ഉണ്ടായിരിക്കും. അത് കട്ട് ചെയ്ത് കളയുക. നമ്മൾ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി വളരുന്നത് പോലെ തന്നെ ആ കമ്പിൻ്റെ അറ്റത്തുനിന്ന് ചിലപ്പോൾ ഇനിയും ഉണ്ടായി വന്നെന്നിരിക്കും. അപ്പോഴും നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ അത് പിന്നെ കിളിർക്കുകയില്ല. ഇപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചെടിയെയാണ്. ഇതും മറ്റേ ചെടിയുടെ അതേ വലിപ്പവും സൈസും ഒക്കെ ഉള്ള ഒരു ചെടിയാണ്. നമുക്ക് ഈ കൂടെ ഇങ്ങനെ പതുക്കെ ഒന്ന് കീറിയിട്ട് ചെടിയുടെ ആ റൂട്ട് ബോളിനെ വെളിയിലേക്ക് എടുക്കാം. വളരെ സാവധാനം എടുക്കണം. പിന്നെ ഇതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ള മീഡിയമാണ്. അതുകൊണ്ട് അല്പം ഷേക്കായാലൊന്നും ഇത് പൊട്ടിപ്പോവുകയില്ല. സാധാരണ നമ്മൾ എല്ലാ കൂടെയും കീറുമ്പോൾ സാവധാനമേ കൂടെ കീറിയെടുക്കാവൂ. കാരണം ചിലപ്പോൾ മണ്ണെല്ലാം കൂടെ പോയെന്ന് വരും. ഷേക്ക് ഉണ്ടാകാൻ പാടില്ല ആ ചെടിക്ക്. നമുക്ക് നമ്മുടെ ഈ ചെടിയെ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ കട്ട പോലെ ഇരിക്കുന്ന മണ്ണ് കുറച്ച് നലിയും. അന്നേരം നമുക്കിതിനെ സാവധാനം അടർത്തി മാറ്റി കളയാനായിട്ട് എളുപ്പമുണ്ട്. ഇപ്പം നോക്കിയാൽ ഇത് വീണ്ടും അങ്ങ് നല്ല കട്ടി തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഇതരം കുഴഞ്ഞ മണ്ണാണ്, ഭയങ്കര കട്ടിയായിരിക്കും. നമ്മുടെ ഇവിടങ്ങളിലെ പോലുള്ള മണ്ണല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു കുറച്ച് നേരം മാറ്റി വെക്കണം. ഇത് വേറെ ഒരു അതേ പ്രായമുള്ള റോസയാണ്. ഇതിൻ്റെ പൂക്കൾ രണ്ട് പൂക്കൾ പൊഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ പൂക്കൾ കൊഴിഞ്ഞ തണ്ടുള്ളതാണെങ്കിൽ നമ്മൾ ആ തണ്ടിനെ വെട്ടി മാറ്റി കളഞ്ഞണം. എന്നിട്ട് വേണം നമുക്ക് ആ ചെടിയെ നട്ടു കൊടുക്കാൻ. അപ്പോൾ ചെടിയുടെ അടിഭാഗത്ത് നിന്ന് സക്കർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വെട്ടിക്കളയണം. അതുപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂവിൻ്റെ തണ്ടും വെട്ടി മാറ്റി കളയണം. ഇപ്പോൾ നമ്മുടെ ചെടിയൊന്ന് സെറ്റായിട്ടുണ്ട്. അതായത് അതിൻ്റെ മണ്ണൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ പതുക്കെ അടർത്തി മാറ്റി കളയാം. അടർത്തുമ്പോൾ വേരൊന്നും പൊട്ടാതെ പതുക്കെ വേണം മാറ്റിക്കളയാനായിട്ട്. കുറേശ്ശെ വേരും പോകാതെ അടർത്തി കളയണം. നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നോ അത്രയും നല്ലതാണ് പ്ലാന്റിന്. വേരൊന്നും പോകാതിരുന്നാൽ അത് പെട്ടെന്ന് പിടിക്കും. ആ റൂട്ട് ബോളിൻ്റെ, അതായത് ചെടിയെ നട്ട് മുകളിലത്തെ ആ പ്രതലത്തിലെ ആ ഭാഗത്ത് യാതൊരു ഷേക്കും വരാതെ ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് മാത്രം നമ്മൾ ഇങ്ങനെ കുറേശ്ശെ മണ്ണെടുത്ത് മാറ്റുവാണ്. ആ ഭാഗമാണ് റൂട്ട് ബോൾ. ആ ഭാഗത്തുനിന്ന് വല്ല കരിയിലയുടെ കഷ്ണമോ എന്തെങ്കിലും വേസ്റ്റോ കിടപ്പുണ്ടെങ്കിൽ പതുക്കെ എടുത്ത് മാറ്റിക്കളയാം. മണ്ണടർത്തി കളയണ്ട. ഇങ്ങനെ പതുക്കെ മാറ്റുന്നതാണ് ഒരു അതായത് അല്പം പ്രയാസമുള്ള കാര്യമാണേലും ഇങ്ങനെ പതുക്കെ മാറ്റുന്നത് നല്ലതാണ്. ഇത് കണ്ടോ, എത്ര നല്ല വേരുകളാണെന്ന് കണ്ടോ ഇതിൻ്റെ. നമ്മൾ ആവശ്യത്തിന് മണ്ണിപ്പോൾ കളഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒരു പകുതി മണ്ണ് കളഞ്ഞാൽ മതി. മുഴുവൻ മണ്ണ് ഒരിക്കലും കളയരുത്. കളഞ്ഞാൽ പ്ലാന്റിന് വലിയ ക്ഷീണമായിരിക്കും. മിക്കവാറും അത് പിടിക്കാതെ പോവുകയും ചെയ്യും. ഞാനൊന്ന് വെച്ച് നോക്കിയിട്ട് കുറച്ച് മണ്ണും കൂടെ വേണം. അതുകൊണ്ട് കുറച്ച് മണ്ണും കൊണ്ട് ഇട്ട് കൊടുത്തു.
നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പം ചെടി മുകളിലേക്ക് ആവശ്യത്തിന് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഇതുപോലെ മണലിടാം. ഇപ്പോൾ ഈ മണ്ണ് നമുക്ക് സൈഡിലെല്ലാം നല്ലതായിട്ട് ഫില്ല് ചെയ്തിടണം, കാരണം അവിടെ എയർ ഹോൾസ് ഉണ്ടാവരുത്. ഇത് നല്ല ലൂസായിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആയതുകൊണ്ട് എയർ ഹോൾസ് അങ്ങനെ വരില്ല, എല്ലായിടത്തും എത്തിക്കോളും. ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇനി കുറച്ച് മണ്ണും കൂടെ ഇടാം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ ചുവട്ടിൽ പ്ലാസ്റ്റിക് ചുറ്റിയിരിക്കുന്നത്, അതെടുത്ത് കളയാനായിട്ടൊന്നും പോകണ്ട, അത് തനിയെ പൊക്കോളും. വളരെ ലൈറ്റായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്, അതെടുത്ത് കളയേണ്ട യാതൊരു കാര്യവുമില്ല. അതിന് അവിടെയാണ് അതിൻ്റെ ബഡ് ചെയ്തിരിക്കുന്ന ഭാഗം. അപ്പോൾ അത് അവിടെ മുകളിൽ നിൽക്കുന്ന പോലെ, അതായത് മീഡിയത്തിന് മുകളിൽ അത് നിൽക്കുന്ന പോലെ വേണം എപ്പോഴും അത് ഈ ചെടിയെ നട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ സക്കർ, ഞാൻ മുമ്പേ കാണിച്ചതുപോലെ സക്കർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യണം. പിന്നീട് നമുക്കിനിയിപ്പോൾ 1 സ്പൂണ് എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാം ചെടിയുടെ ചുറ്റുമായിട്ട്. ഈ എപ്സം സോൾട്ട് ചെടി നടുന്ന സമയത്ത് എല്ലാ ചെടികൾക്കും അങ്ങനെ ഇടാം, ഇതിൻ്റെ റീപോർട്ടിംഗ് സ്റ്റോക്കിനെ കുറയ്ക്കും. അപ്പോൾ നമുക്ക് സോൾട്ട് വേണമെങ്കിൽ ഈ സാഫിനകത്ത് കലക്കി ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് സാഫ് ഒഴിച്ച് കൊടുക്കാം. ഇത് 2 ഗ്രാം സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതാണ്. ഇത് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. നമ്മൾ സാധാരണ റോസിനൊക്കെ ആഴ്ചയിൽ ഒന്നെങ്കിലും സാഫ് ഇലകളിൽ അടിച്ചു കൊടുക്കാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നട്ട ഉടനെ ഇങ്ങനെ കുറച്ച് സാഫ് ഒഴിച്ചു കൊടുത്താൽ മണ്ണിലുള്ള ഫംഗസും ഇതിൻ്റെ ഇലകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കൊള്ളും. നമ്മൾ സാധാരണ നഴ്സറി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ സാഫ് അടിച്ചാണ് 2 ദിവസം വെച്ചേക്കുന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് നമ്മൾ റീപോർട്ട് ചെയ്യാറുള്ളൂ, നമ്മുടെ പരിസരവുമായിട്ടൊന്ന് ഇണങ്ങി കഴിഞ്ഞിട്ട്. ഇനി ഇതിനെ നമുക്ക് പ്രകാശമുള്ള തണലത്ത്, നല്ല തണൽ കിട്ടുന്നിടത്ത് പ്രകാശമുള്ളിടത്തേക്ക് മാറ്റി വെക്കണം. 2 ആഴ്ച കഴിഞ്ഞേ എടുത്ത് വെയിലത്ത് വെക്കാവുള്ളൂ. ഈ റോസിന് എപ്പോഴും നല്ല നേരിട്ടുള്ള വെയിൽ അത്യാവശ്യമാണ്, എങ്കിലേ ഇത് പൂക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല പ്രകാശമുള്ള സ്ഥലത്ത് ഇപ്പോൾ വെക്കുക, എന്നാൽ വെയിലടിക്കരുത്. 2 ആഴ്ച കഴിയുമ്പോൾ എടുത്ത് വെയിലത്തോട്ട് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നട്ട് തണലത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിനധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. 1.5 ദിവസം വെള്ളം ഒഴിച്ചാൽ മതി. ഇതിന് നട്ട ഉടനെ ആയതുകൊണ്ട് അധികം വെള്ളം വലിക്കുകയില്ല വേറെ. അതുകൊണ്ട് മീഡിയത്തിന് നനവുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട, കുറേശ്ശെ വെള്ളം 2 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ആഴ്ചയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.